Welcome to this Peppercandy. ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ജ്യൂസ് പെപ്പർകാൻഡിയുടെ വക ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നല്ലേ, ടിക്ടോക്കിലും യൂട്യൂബിലും ഒക്കെ കുറച്ച് നാളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി കേക്കാണ് ഇന്നത്തെ താരം, പുൾമി അപ്പ് കേക്ക്. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കേക്കാട്ടോ പുൾമി അപ്പ് കേക്ക്, അഥവാ ലാവ കേക്ക് എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു കേക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ഗനാഷ് ഉണ്ടാക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതൊന്ന് ചൂടാക്കാനായി നമ്മൾ സ്റ്റൗവിൽ വെക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇതല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എടുക്കാം. സ്റ്റൗ ടോപ്പിൽ വെച്ച് നമ്മൾ ക്രീം ചൂടാക്കി എടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്യാൻ ഓർക്കുക. അത് മാത്രമല്ല, ക്രീം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്യാം. ഞാൻ ഏകദേശം 1/2 കപ്പോളം ഗ്രേറ്റഡ് ചോക്ലേറ്റ് അവിടെ ആഡ് ചെയ്യുന്നത്. മിൽക്ക് ചോക്ലേറ്റാണ് ഞാൻ യൂസ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ അതല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റോ യൂസ് ചെയ്യാം. ഇതിനകത്തേക്ക് ഞാനൊരു ടീസ്പൂൺ ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഗ്ലേസിങ് എഫക്റ്റിന് വേണ്ടി മാത്രമാണ്, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചൂട് മാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇത് നന്നായിട്ട് തിക്കായി പോകുന്നെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയാൽ മതി കേട്ടോ. ഇനി ഞാനിവിടെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഓൾറെഡി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി സ്നിക്കേഴ്സ് കേക്ക് ഉണ്ടാക്കിയപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. സെയിം അളവിൽ 2 കേക്ക് ഉണ്ടാക്കിയേക്കുന്നത്. എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കേക്ക് ബോട്ടിൽ ഉണ്ടാക്കിയാൽ ശരിയാവില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു മെസ്സി ആയിട്ടുള്ളൊരു കേക്കായത്. അത് കാരണം നമുക്കൊരു വലിയൊരു പ്ലേറ്റോ അതല്ലെങ്കിൽ ഒരു ബൗളിനകത്തോ ഇതുണ്ടാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ആദ്യം ഞാൻ വിപ്ഡ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. വിപ്ഡ് ക്രീം മാക്ടോപ്പിൻ്റെ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്നെടുത്ത് ബീറ്റ് ചെയ്തെടുത്താണ്. 1 ഡ്രോപ്പ് വെനില എസൻസ് ഒഴിച്ചൊന്ന് ബീറ്റ് ചെയ്തെടുത്ത്. ഇതൊക്കെ ഒരുപാട് കേക്കിൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, കാരണം വീണ്ടും റിപ്പീറ്റ് ചെയ്തില്ലാന്നേ ഉള്ളൂ കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓപ്ഷണലാണ്. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്താലും മതി. ഇവിടെ അതിന് മുകളിലേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓരോ ലെയറിനും ഇടയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നട്ട്സോ അതല്ലെങ്കിൽ കട്ട് ഫ്രൂട്ട്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഫ്രൂട്ട്സോ നട്ട്സോ ഒന്നും കൊടുത്തിട്ടില്ല. കാര്യം ഈ ഒരു റെസിപ്പി എൻ്റെ മക്കളുടെ ടേസ്റ്റിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ലെയേഴ്സ് ഇതിനകത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ലെയർ കേക്കാണ് ഉണ്ടാക്കുന്നത്. യൂഷ്വലി പുൾമി അപ്പ് കേക്ക് ഒരു ഷോർട്ട് കേക്ക് ആയിരിക്കും. ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഐഡിയൽ കേക്കാണ് കേട്ടോ പുൾമി അപ്പ് കേക്ക്. എല്ലാ ലെയറിലും നമ്മൾ ക്രീം കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രം കോട്ടിങ് കൊടുക്കാം. ഒരുപാട് ഫിനിഷിങ് ഈ ഒരു കേക്കിന് ആവശ്യമില്ല കേട്ടോ. ക്രീമിൽ ക്രം കോട്ടിങ് കൊടുത്തതിന് ശേഷം നമുക്കൊരു 1/2 മണിക്കൂർ കേക്ക് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഞാനിവിടെ 2 കേക്കാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ മോളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ടിയയ്ക്കൂടെ വേണ്ടിയാണ് ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇവിടെ ചോക്ലേറ്റ് കേക്ക് തന്നെ വേണമെന്നില്ല, വെനില കേക്ക് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൊടുക്കാം. അതുപോലെ വിപ്പിംഗ് ക്രീമിനകത്ത് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് നമുക്ക് ചോക്ലേറ്റ് ക്രീം ആക്കാം. വൈറ്റ് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഇതേപോലെ തന്നെ മെൽറ്റ് ചെയ്തെടുത്താൽ മതി. മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഗനാഷ് ആക്കി എടുക്കാം. ഇനി ഡാർക്ക് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ ഡാർക്ക് കളറായിരിക്കും കേട്ടോ നമ്മളെ കേക്കിന്. പുൾമി അപ്പ് കേക്കിന് യൂഷ്വലി ഡാർക്ക് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. 1:2 റേഷ്യോയിലാണ് സാധാരണ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷേ അത്രയും ചോക്ലേറ്റ് നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യുന്നെങ്കിൽ വേണ്ടി വരില്ല. കാര്യം നല്ല മധുരമായി പോകും. ഞാനിപ്പോൾ എടുത്തപ്പോൾ അല്പം മധുരം കൂടി. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. എല്ലാ സ്റ്റേഷനറി ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. OHP ഷീറ്റോ അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും തിക്കായിട്ടുള്ളൊരു ട്രാൻസ്പെറൻറ്റ് കവറായാലും മതി, പ്ലാസ്റ്റിക് ഷീറ്റ്. ഇങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. അതൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് എൻ്റെ കേക്കിൻ്റെ ഡയമീറ്ററിനനുസരിച്ച് ഞാനൊന്ന് കട്ട് ചെയ്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 പീസ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1/2 മണിക്കൂറായിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒന്ന് ടൈറ്റായിട്ട് കവർ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണിക്കുന്ന പോലെ നന്നായി ടൈറ്റായിട്ട് കവർ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ഗനാഷ് ഒഴിക്കുമ്പോൾ താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് കവർ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക.
കേക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് സെപ്പറേറ്റ് ഒരു ബോട്ടിലാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതിന് ജസ്റ്റ് മുമ്പ് നമ്മൾ ഗനാഷ് ഒഴിച്ചാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഗനാഷ് ഭയങ്കര ഹാർഡായിപ്പോൾ അപ്പോൾ നമ്മൾ മുകളിലേക്ക് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് പുൾ ചെയ്യുമ്പോൾ താഴേക്ക് വരില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. കട്ട് ഫ്രൂട്ട്സോ നട്ട്സോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷുഗർ സ്പ്രിങ്കിൾസോ ഷുഗർ ബീറ്റ്സോ ഒക്കെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ന്യൂ ഇയർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം എനിക്ക് ഭയങ്കര ടെൻഷനുള്ള സമയമായിരുന്നു. കാര്യം ഞാൻ ഫസ്റ്റ് ടൈമായി കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ഇത് പുള്ളി ചെയ്യുമ്പോൾ കറക്റ്റായി വരുമെന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ കറക്റ്റായിട്ട് തന്നെ വന്നു. അപ്പോൾ ഇത് നമുക്ക് മുകളിലേക്ക് പതുക്കെ പുള്ളി ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലാവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു കേക്ക് അല്പം മെസ്സി കേക്കാണ്, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഇതിൻ്റെ 2 കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കേക്ക് എൻ്റെ മോളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ടീക്ക് ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുത്തായിരുന്നു. അപ്പോൾ ടീയുടെ വീഡിയോ കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. Hello, are you ready for the Florida lava cake? Let's start. 1 minute. Whoa! This looks like the lava. Whoa! We are all gonna eat it so yummy and chocolatey. Thank you so much for the cake. Yeah, welcome Tianu. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയൊരു വർഷമാണല്ലോ 2020 അല്ലേ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ ഒരു നിമിഷം വരെയും ആരോഗ്യത്തോടുകൂടിയും സന്തോഷത്തോടെയും നമ്മുടെ പ്രിയപ്പെട്ടവരൊപ്പം നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ 2020 ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അപ്പോൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക സന്തോഷവും സമൃദ്ധിയും ആരോഗ്യവും നിറഞ്ഞ് 2021 ആശംസിക്കുന്നു. Wish you all a happy, healthy and mask-free 2021. Thank you so much for watching. See you in another video. Bye.